dear friends, welcome to yet another session of Word of the Day. Yes. അപ്പോൾ നമുക്ക് ഇന്നത്തെ Word of the Day സെഷനിലേക്ക് പോവാം. As usual ഇന്നും ഞാനൊരു വേർഡും അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ആ വേർഡ് ഏതാണ്, അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ വേർഡ് കൾമിനേറ്റ്. കൾമിനേറ്റ് എന്നുള്ളൊരു വേർഡാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണേ. അപ്പോൾ ഈ വേർഡ് ഏത് പാർട്ട് ഓഫ് എന്താ പറയുക സ്പീച്ചാണെന്ന് ചോദിച്ചാൽ ഈ വേർഡ് ഒരു വെർബാണ്. അപ്പം നമുക്കറിയാം ഒരു വേർഡ് വെർബായി കഴിഞ്ഞാൽ അതിന് സിംഗുലർ ഫോം ഉണ്ടാവും അല്ലേ. സോ എന്താണ് കൾമിനേറ്റ് എന്നുള്ള വെർബിൻ്റെ പ്ലൂറൽ ഫോം നമുക്കറിയാം കൾമിനേറ്റ് തന്നെയാണ്. പക്ഷെ എന്താണ് സിംഗുലർ ഫോം? നമ്മൾ ലാസ്റ്റ് ഒരു എസ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കൾമിനേറ്റ് എന്നുള്ള വെർബിൻ്റെ സിംഗുലർ ഫോം കിട്ടും. എവിടാ നമ്മൾ വെർബിൻ്റെ സിംഗുലർ ഫോം യൂസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ എവിടാ നമ്മൾ പ്ലൂറൽ യൂസ് ചെയ്യേണ്ടതെന്നല്ലേ, അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വെർബ് എന്നുള്ള ആ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യണ സമയത്ത് നമുക്ക് നോക്കാം. യെസ്, ഇപ്പം ഇത്രയും മനസ്സിലാക്കിയിരിക്കാം. വെർബ് ആയാൽ അതിന് സിംഗുലർ ഫോമും പ്ലൂറൽ ഫോമും ഉണ്ടാവും. അപ്പോൾ പ്ലൂറൽ ഫോമാണ് കൾമിനേറ്റ് എന്നുള്ള വെർബ്, അതിൻ്റെ സിംഗുലർ ഫോമാണ് നമ്മൾ ലാസ്റ്റ് എസ് ആഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടണം കൾമിനേറ്റ്സ്. ഇനി നമുക്കറിയാം ഒരു വെർബിന് എന്തുണ്ടാവും? പ്രസൻറ്റ് ടെൻസ് ഉണ്ടാവും. ഒരു വെർബിന് പ്രസൻറ്റ് ടെൻസ് ഉണ്ടാവും, ഒരു വെർബിന് പാസ്റ്റ് ടെൻസ് ഉണ്ടാവും. ഞാൻ V1 V2 V3 എന്ന് എഴുതാം. പ്രസൻറ്റ് ടെൻസ് ആണ് നമ്മുടെ V1, പാസ്റ്റ് ടെൻസ് ആണ് നമ്മുടെ V2, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് നമ്മുടെ V3, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ് നമ്മുടെ V4 അല്ലേ. എന്താണ് പ്രസൻറ്റ് ടെൻസ്? പ്രസൻറ്റ് ടെൻസ് കൾമിനേറ്റ് തന്നെ ആയിരിക്കും. അതേപോലെ പാസ്റ്റ് ടെൻസ് എന്താണ്? പാസ്റ്റ് ടെൻസ് കൾമിനേറ്റഡ് ആണ്. ലാസ്റ്റ് നമ്മളൊരു D ആഡ് ചെയ്ത് കൊടുത്തു. പാസ്റ്റ് പാർട്ടിസിപ്പിളും എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിളും കൾമിനേറ്റഡ് ആണ്. അതേപോലെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ കൾമിനേറ്റിംഗ് ആണ് എന്ത്? പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. പിന്നെ ഈ ഒരു വെർബിന് നൗൺ ഫോമും ഉണ്ട്, അഡ്ജക്റ്റീവ് ഫോമും ഉണ്ട്. എന്താണ് ഈ വെർബിൻ്റെ നൗൺ ഫോം എന്ന് ചോദിച്ചാൽ കൾമിനേഷൻ. ഈ വെർബിൻ്റെ നൗൺ ഫോം കൾമിനേഷൻ ആണ്. അതിൻ്റെ മീനിങ് നമുക്ക് കൾമിനേറ്റ് എന്നുള്ള വെർബിൻ്റെ മീനിങ് നോക്കിയിട്ട് നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവും. യെസ്, അപ്പോൾ കൾമിനേഷൻ എന്ന് പറയുന്നത് നൗൺ ആണ്. പിന്നെ ഇതിൻ്റെ അഡ്ജക്റ്റീവ് ഫോം എന്ന് പറയുന്നത് കൾമിനൻ്റ് ആണ്. ഇതിൻ്റെ അഡ്ജക്റ്റീവ് ഫോം എന്ന് പറയുന്നത് എന്താണ്? കൾമിനൻ്റ് ആണ്. ഈ ഒരു അഡ്ജക്റ്റീവ് കമ്പാരബിൾ ആണ്. ഇതിൻ്റെ പോസിറ്റീവ് ഡിഗ്രി കൾമിനൻ്റ് ആണ്, കമ്പാരിറ്റീവ് ഡിഗ്രി മോർ കൾമിനൻ്റ് ആണ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി മോസ്റ്റ് കൾമിനൻ്റ് ആണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇനി നമുക്ക് ഈ വേർഡിൻ്റെ മീനിങ് നോക്കാം. അപ്പോൾ ഈ വേർഡിൻ്റെ മീനിങ്, ഈ വേർഡിന് ഒരു മീനിങ്ങേ ഉള്ളൂ. reach climax or point of highest development അല്ലേ. യെസ്, റീച്ച് ചെയ്യുന്നു കൊടുക്കുക. റീച്ച് എ ക്ലൈമാക്സ് അല്ലെങ്കിൽ റീച്ച് ദ ക്ലൈമാക്സ് ഓർ ദ പോയിന്റ് ഓഫ് ഹയസ്റ്റ് ഡെവലപ്മെൻറ്റ്. എന്താണ് കൾമിനേറ്റ് എന്ന് പറഞ്ഞാൽ? അതായത് കൾമിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ എത്തി, അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം പോയിന്റിൽ നമ്മൾ എത്തി എന്ന് പറയുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യണ ഒരു വേർഡാണ് ഏത്? കൾമിനേറ്റ് എന്നുള്ള വേർഡ്. ഒരു വെർബ്. ആ വെർബ് നമ്മൾ യൂസ് ചെയ്യണത് ഏത് കോണ്ടെക്സ്റ്റിലാണ്? ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ ക്ലൈമാക്സ്. നമുക്കറിയാം ഇപ്പോൾ സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ സിനിമയുടെ അവസാനമാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ, ഒരു പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിൻ്റെ വോട്ടെവർ ഇറ്റ് മേ ബി അതിൻ്റെ അവസാനത്തിൽ നമ്മൾ എത്തി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം അതിൻ്റെ പീക്ക് പോയിന്റിൽ, അതിൻ്റെ മാക്സിമം പോയിന്റിൽ നമ്മൾ എത്തി എന്ന് പറയണം അത്തരം സിറ്റുവേഷൻസിൽ അല്ലേ. അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് എന്ത്? ഇപ്പം എൻ്റെ കരിയറിൻ്റെ ഏറ്റവും ടോപ്പായ ഒരു പോയിന്റിൽ ഞാൻ എത്തി എന്ന് പറയണ ആ സിറ്റുവേഷനിൽ ഐ ക്യാൻ യൂസ് വിച്ച് വേർഡ്? എനിക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാൻ പറ്റും? കൾമിനേറ്റ് എന്നുള്ള വേർഡ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് കൾമിനേഷൻ? കൾമിനേഷൻ എന്നുള്ള നൗണിൻ്റെ മീനിങ് എന്താണ്? കൾമിനേഷൻ എന്നുള്ള നൗണിൻ്റെ മീനിങ് എന്താ പറയുക? എന്തിൻ്റെയെങ്കിലും ഹയസ്റ്റ് പോയിന്റ് ആണ് അതെന്ന് നമ്മൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ
ക്രസൻറ്റോ എന്ന് പറയുന്നത് എന്തിൻ്റെയെങ്കിലും ഒരു ഹയസ്റ്റ് പോയിന്റിന് നമ്മൾ ക്രസൻറ്റോ എന്ന് പറയാറുണ്ട്, മൂർധന്യാവസ്ഥ. യെസ്. അപ്പോൾ ആ ഒരു പോയിന്റിനെയാണ്, എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഹയസ്റ്റ് പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയണേ, കൾമിനേഷൻ എന്നുള്ള നൗണ് കൊണ്ട് ഉദ്ദേശിക്കണം. അപ്പോൾ ആഡ്ജക്റ്റീവായ കൾമിനൻറ്റിൻ്റെ മീനിങ് എന്താണ്? ആഡ്ജക്റ്റീവായ കൾമിനൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഹയസ്റ്റ് പോയിന്റ് ആയിരിക്കണ ആ ഒരു അവസ്ഥേനെ, അല്ലേ, ഹയസ്റ്റ് പോയിന്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് നമുക്ക് എന്ത് പറയാം, കൾമിനൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇനി നമുക്ക് ഈ വേർഡിൻ്റെ സിനോണിംസ് നോക്കാം. ഈസിയാണ്, നമുക്ക് കുറച്ച് സിനോണിംസേ ഉള്ളൂ. സിനോണിംസും ആൻറ്റണിംസും എനിക്ക് തോന്നുന്നു ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത വേർഡ് ഓഫ് ദി ഡേ സെഷൻസിൽ ഏറ്റവും മിനിമം നമ്പർ ഓഫ് സിനോണിംസും ഭയങ്കര ഈസിയായ സിനോണിംസും ഉള്ളൊരു വേർഡാണ് കൾമിനേറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം സിനോണിംസ്. നമുക്ക് ക്ലൈമാക്സ് യൂസ് ചെയ്യാം. നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് ക്ലൈമാക്സ് എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പീക്ക് എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ പറയാറുണ്ട് പ്രശസ്തിയുടെ കൊടുമുടിയിലായിരുന്നു, ആരുടെയെങ്കിലൊക്കെ കാര്യം പറയുമ്പോൾ അയാൾ പ്രശസ്തിയുടെ കൊടുമുടിയിലായിരുന്നു നമ്മൾ പറയാറുണ്ട്. സോ ആ ഒരു മീനിങ്ങിൽ, അല്ലേ, അയാളുടെ കരിയറിൻ്റെ പീക്ക് പോയിന്റിലായിരുന്നു, അയാളുടെ കരിയറിൻ്റെ ഒരു പീക്ക് പോയിന്റ്, അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും ആ സംഭവത്തിൻ്റെ പീക്ക് പോയിന്റിലേക്ക് എത്തുക എന്നുള്ളൊരു മീനിങ്ങിൽ വി ക്യാൻ യൂസ് ദ വേർഡ് പീക്ക്. പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് കൊടുമുടി എന്നാണ്. ഇപ്പം എവറസ്റ്റ് ആണല്ലേ, എവറസ്റ്റ് ഇന്ത്യയിലുള്ളൊരു പീക്കാണ് എവറസ്റ്റ്, അല്ലേ. യെസ്, ഏറ്റവും എന്താ പറയുക, ഇന്ത്യയിലുള്ള ഉയരം കൂടിയ ഒരു പീക്കാണ് എവറസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യെസ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ കൊടുമുടി എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി നമുക്കിതിൻ്റെ സിനണിമായി പറയാൻ പറ്റുന്ന വേറൊരു വേർഡാണ്, നമുക്ക് പിനക്കിൾ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. പിനക്കിൾ ഹയസ്റ്റ് പോയിന്റിനും നമ്മൾ പിനക്കിൾ എന്ന് പറയാറുണ്ട്. എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഹയസ്റ്റ് പോയിന്റ് എന്നുള്ളൊരു മീനിങ്ങിലും നമുക്ക് പിനക്കിൾ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. ഈ സെയിം വേർഡ് നമുക്ക് ഹയസ്റ്റ് പോയിന്റിലേക്ക് റീച്ച് ചെയ്യുക എന്ന് പറയുന്ന ഒരു മീനിങ്ങിലും, ആ ഒരു വെർബായിട്ടും നമുക്ക് പിനക്കിൾ എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? യെസ്. ഇനി നമുക്ക് ഈ വേർഡിൻ്റെ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ വേർഡിൻ്റെ സിനണിംസ്. നമുക്കിതിൻ്റെ ആൻറ്റണിംസ് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞു ഈ വേർഡ് എന്താണ്, അതിൻ്റെ അവസാനത്തിൽ എത്തുക എന്നാണ് ഈ വേർഡിൻ്റെ മീനിങ്, അല്ലേ. കൾമിനേറ്റ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് അതിൻ്റെ മാക്സിമം പോയിന്റിൽ എത്തുക, അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ എത്തുക എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ കൾമിനേറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻറ്റണിമായി നമുക്ക് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആപ്റ്റായി പറയാൻ പറ്റുന്ന വേർഡ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബിഗിൻ ചെയ്യുക എന്നുള്ള മീനിങ്ങിൽ, എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുക എന്നുള്ളൊരു മീനിങ്ങിൽ നമുക്ക് വരുന്ന വേർഡ്സ് യൂസ് ചെയ്യാം. സോ സ്റ്റാർട്ടും ബിഗിനൊക്കെയാണ് നമ്മൾ കൾമിനേറ്റ് എന്നുള്ള വേർഡിൻ്റെ ആൻറ്റണിംസ് ആയിട്ട് നമ്മൾ പറയാറ്. മനസ്സിലായല്ലോ? സോ ഇതാണ് ഇതിൻ്റെ മീനിങ്ങും ആൻറ്റണിംസും സിനണിംസും. ഇനി നമുക്ക് ഇതിനെ വെച്ചിട്ടുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് നോക്കാം. സേ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം, ഹെർ കരിയർ her acting career എന്ന് കൊടുക്കാം. her acting career culminated when she won the Oscar, അല്ലേ. when she won the ഓസ്കാർ. എന്താണ് മീനിങ്? അവളുടെ ആക്ടിങ് കരിയർ എന്തായി? അവളുടെ ആക്ടിങ് കരിയർ അതിൻ്റെ ഹയസ്റ്റ്, അതിൻ്റെ പീക്ക് പോയിന്റിലെത്തി. എപ്പോഴാണ്? അവൾക്ക് എന്ത് കിട്ടിയപ്പം? അവൾക്ക് ഓസ്കാർ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പം അവളുടെ ആക്ടിങ് കരിയർ അതിൻ്റെ പീക്ക് പോയിന്റിലെത്തി. യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൾമിനേറ്റ് എന്നുള്ള വെർബിൻ്റെ യൂസേജ്. നമുക്ക് വേണമെങ്കിൽ കൾമിനേറ്റ് എന്നുള്ള നൗണിൻ്റെ യൂസേജ് നോക്കാം. നമ്മൾ പറയുമ്പോൾ both the adversaries realized that this is the culminant moment എന്ത് പറയാം, of this tragedy, അല്ലേ. യെസ്.
both the adversaries realized that this is the culminant moment of this tragedy. So എന്താണ് adversaries എന്ന് പറഞ്ഞാൽ? adversaries എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒപ്പോണൻസിനെയാണ് നമ്മൾ adversaries എന്നുള്ള ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യെസ്, adversary അതായത് നമ്മുടെ ഈ IESന്റെ അവിടെ y ആണെങ്കിൽ അല്ലേ, ADVE adversary, ADVERSARY ഇതാണെങ്കിൽ ഇതാണ് നമ്മുടെ നൗണ്. ഈ നൗണ് സിംഗുലർ ഫോം ആണ്, അതിൻ്റെ പ്ലൂറൽ ഫോം ആണ് അഡ്വേഴ്സറീസ്. അപ്പോൾ രണ്ട് അഡ്വേഴ്സറീസിനും എന്ത് മനസ്സിലായി? അഡ്വേഴ്സറീസിന് എന്താണ് മനസ്സിലായി? അതായത് ഈ ഒരു ട്രാജഡിയുടെ ഏറ്റവും പീക്കായല്ല, ഏറ്റവും എന്താ പറയുക, യെസ്, കൾമിനൻറ്റ് മൊമെൻ്റ്, ആ ഒരു ട്രാജഡിയുടെ ഏറ്റവും പീക്കായ ഒരു മൊമെൻറ്റ് അല്ലെങ്കിൽ അത്രയും ട്രാജിക്കായ ഒരു മൊമെൻറ്റ്, മാക്സിമം ട്രാജഡി ഉണ്ടായ ഒരു മൊമെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ് എന്ന് ആര് റിയലൈസ് ചെയ്തു? രണ്ട് അഡ്വേഴ്സറീസും റിയലൈസ് ചെയ്തു. ഇവിടെ കൾമിനൻറ്റ് മൊമെൻറ്റ് എന്നുള്ളത് എന്താണ്? മൊമെൻറ്റ് എന്നുള്ളത് നിമിഷം അല്ലേ, മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ മിനിറ്റ് അല്ലെങ്കിൽ നിമിഷത്തിനാണ് നമ്മൾ മൊമെൻറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണം. അത് നൗണാണ്. അപ്പോൾ നൗണിനെ ക്വാളിഫൈ ചെയ്യാനാണ് നമ്മൾ ഏത് പാർട്ട് ഓഫ് സ്പീച്ച് യൂസ് ചെയ്യാറ്? അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യാറ്. കൾമിനൻറ്റ് എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവ് ആണ്. യെസ്, അപ്പോൾ ആ അഡ്ജക്റ്റീവ് നമ്മൾ എന്തിനെ ക്വാളിഫൈ ചെയ്യാൻ യൂസ് ചെയ്ത? ആ മൊമെൻറ്റിന് എന്താണ് പ്രത്യേകത? ഈ ഒരു ട്രാജഡിയിൽ, ഈ ഒരു ട്രാജിക് ഇവൻറ്റ്സ് നടന്ന ഈ ഒരു സമയത്ത് ഏറ്റവും ട്രാജഡി നടന്ന ഒരു സമയം അതിതാണ്, അല്ലെങ്കിൽ ഈ ഒരു ട്രാജഡിയുടെ മാക്സിമം ലെവൽ എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ഒരു ദിവസമായിരുന്നു എന്ന് ആര് മനസ്സിലാക്കി? രണ്ട് അഡ്വേഴ്സറീസും മനസ്സിലാക്കി. മനസ്സിലായല്ലോ? യെസ്, നമ്മൾ നൗൺ യൂസ് ചെയ്യുമ്പം the championship is the culmination of an 8-week series of tournaments അല്ലേ? യെസ്, ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിജയിക്കുന്നതിനെയാണ് നമ്മൾ ചാമ്പ്യൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു 8 വീക്ക് സീരീസ് ഓഫ് ടൂർണമെന്റ്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് സ്പോർട്സ് ആണ്. സെറ്റ് ഓഫ് സ്പോർട്ട് ഇവൻസിനെയാണ് നമ്മൾ ടൂർണമെന്റ്, അതായത് ആ ഒരു കായിക മത്സരങ്ങൾ, ഒന്നിലധികം കായിക മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ടൂർണമെന്റ് എന്ന് പറയാറുണ്ട്. ഒരു സെറ്റ് ഓഫ് സ്പോർട്ട് ഇവൻസിനെ നമുക്ക് പറയാം. കായിക മത്സരങ്ങളുടെ ഒരു നിര അല്ലെങ്കിൽ ഒരു പരമ്പര എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ടൂർണമെന്റ്. അപ്പം അങ്ങനെ 8 ആഴ്ച നീണ്ടു നിൽക്കുന്ന ആ ഒരു സീരീസ് ഓഫ് ടൂർണമെന്റ്സിന്റെ മാക്സിമം പോയിന്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടുമ്പോഴാണ് അല്ലെങ്കിൽ ആ കിട്ടണതാണ് ആ ഒരു ടൂർണമെന്റിന്റെ ഏറ്റവും അവസാനത്തേത് അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം ആയ ഒരു കാര്യം, ആ ഒരു ടൂർണമെന്റിന്റെ ഏറ്റവും ലാസ്റ്റ് കാര്യം അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അല്ലെങ്കിൽ ആ ഒരു ഹയസ്റ്റ് പോയിന്റിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ചാമ്പ്യൻഷിപ്പാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്തത്? കൾമിനേഷൻ എന്നുള്ള ഒരു നൗണാണ് നമ്മൾ. കൾമിനേറ്റ് എന്നുള്ള വെർബിന്റെ നൗൺ ഫോം ആയ കൾമിനേഷൻ എന്നുള്ള വേർഡാണ് നമ്മൾ യൂസ് ചെയ്തത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളിവിടെ 3 ഡിസ്കസ് ചെയ്തു. കൾമിനേറ്റ് എന്നുള്ള വെർബും ഡിസ്കസ് ചെയ്തു, കൾമിനൻറ്റ് എന്നുള്ള അഡ്ജക്റ്റീവും നമ്മൾ ഡിസ്കസ് ചെയ്തു, കൾമിനേഷൻ എന്നുള്ള നൗണും നമ്മൾ ഡിസ്കസ് ചെയ്തു. മനസ്സിലായല്ലോ? യെസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വേർഡ് ഓഫ് ഡേ സെഷൻ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്ത വേർഡ് കൾമിനേറ്റ് എന്നുള്ളൊരു വേർഡായിരുന്നു. ഈസി ആയ ഒരു വേർഡാണ്. അതിൻ്റെ സിനണിംസും ആൻറ്റണിംസും ഒക്കെ ഭയങ്കര ഈസിയാണ്. 2-3 സിനണിംസും 2 ആൻറ്റണിംസേ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ അല്ലേ? യെസ്, എന്താണ് ആ ഒരു വേർഡിൻ്റെ മീനിങ്? ആ ഒരു വേർഡിൻ്റെ മീനിങ് നമ്മൾ എന്തിൻ്റെയെങ്കിലും അവസാനത്തിൽ എത്തുക അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും ഒരു മാക്സിമം പോയിന്റിലേക്ക് എത്തുക എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യണേ? കൾമിനേറ്റ് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യണം. യെസ്, ഇനി എന്താണ് നമ്മൾ അതിൻ്റെ സിനണിംസ് എന്താണ് പറഞ്ഞത്? സിനണിംസ് നമ്മൾ പീക്ക് പറഞ്ഞു, ക്ലൈമാക്സ് പറഞ്ഞു, പിനക്കിൾ പറഞ്ഞു അല്ലേ? ആൻറ്റണിംസ് നമ്മൾ പറഞ്ഞു, നമ്മൾ സ്റ്റാർട്ടും ബിഗിനൊക്കെയാണ് ആൻറ്റണിംസ്. പിന്നെ നമ്മൾ അതിനെ വെച്ചിട്ടുള്ള കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസസും കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ വെർബായി വരുമ്പോൾ അതിൻ്റെ സിംഗുലർ ഫോം എന്താണ്, V1 V2 V3 V4 എന്താണ്, അതേപോലെ അതിൻ്റെ എന്താ പറയുക നൗൺ ഫോം എന്താ, അഡ്ജക്റ്റീവ് ഫോം എന്താ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഇന്നത്തെ നമ്മുടെ വേർഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ താരം എന്ന് പറയുന്നത് കൾമിനേറ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ആ വേർഡിനെ കുറിച്ചിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യെസ് പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് ഇൻ ദി കോമൻറ്റ് സെക്ഷൻ. അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ യെസ്
അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ വിൽ ഡിസ്കസ് ഇറ്റ് ഇൻ എനി ഓഫ് ദി അപ്കമിങ് സെഷൻസ്. ഏതെങ്കിലും ഒരു അപ്കമിങ് സെഷനിൽ നമുക്കതിനെ ഡിസ്കസ് ചെയ്യാം. യെസ്. അപ്പം നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടും എൻട്രൻസ് എക്സാമിനേഷൻ, മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള സെഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്ത് പോകുന്നത്. യെസ്. അപ്പോൾ നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ സെഷൻസ് നമ്മൾ ഈ അടുത്തേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, കുറച്ച് വീഡിയോസേ ആയിട്ടുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള സെഷൻസ് നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. യെസ്. അപ്പം എന്താ പറയുക, നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടോ പ്രിപ്പയർ ചെയ്യണ ആൾക്കാരാണെങ്കിൽ യെസ്, നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ യെസ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ്. റെഗുലറായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് എക്സാമിനേഷൻ ആയാലും അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻ ആയാലും നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഒരു സ്റ്റുഡൻറ്റ് പോയി പഠിക്കുമ്പം അവർക്ക് ഏത് സ്റ്റാൻഡേർഡിലാണോ അല്ലെങ്കിൽ ഏത് ക്വാളിറ്റിയിലാണോ അവർക്ക് നോളജ് പ്രൊവൈഡ് ചെയ്യണത് അത്രയും സ്റ്റാൻഡേർഡിലും ക്വാളിറ്റിയിലും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാനലിൽ ശ്രമിച്ചുകൊണ്ടിരിക്കണേ. ഒരുവിധമൊക്കെ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇതും കൂടെ വേണം എന്നൊക്കെ ഉള്ള എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യെസ്, കോമെൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഞാനും കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. തൽക്കാലം ഇപ്പം നമ്മളെല്ലാം അല്ലേ, നമുക്ക് 1 by 1 ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യം നമുക്ക് നമ്മുടെ പോർഷൻസ് കുറച്ച് കവർ ചെയ്തിട്ട് പിന്നെ ഉള്ള പരിപാടികൾ പിന്നെ അത് കഴിഞ്ഞിട്ടാവാം എന്ന് ഓർത്തിട്ടാണ് അത് കുറച്ചിങ്ങനെ നീട്ടി വെച്ചേക്കുന്നത്. 1 by 1 ആയി നമ്മളെല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണതായിരിക്കും. യെസ്. അപ്പം നെക്സ്റ്റ് വേർഡ് ഓഫ് ദ ഡേ സെഷനിലല്ലേ നമുക്ക് വേറൊരു വേർഡും അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.